എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് ഞങ്ങൾ ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ രാവിലെ എണീറ്റ് ഞാൻ ചോറും അതുപോലെ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഫസ്റ്റിലെ വെക്കുക. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിഷുവൊക്കെ ആയിട്ട് ചെറിയൊരു കണിയൊക്കെ ഒരുക്കി. പിന്നെ നിതിൻചേട്ടൻ എനിക്ക് കൈനീട്ടം തരാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. കൈനീട്ടം എന്ന് പറയുന്നത് വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ ആണല്ലോ. അപ്പം നിതിൻചേട്ടൻ എനിക്ക് കൈനീട്ടം തരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നിതിൻചേട്ടനും തിരിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്ന വീട്ടിലെ ഗൃഹനാഥൻ്റെ കയ്യിൽ നിന്ന് വേണം ആദ്യമേ വാങ്ങിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുന്നൊക്കെ കേട്ടോ കാണുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ നെഞ്ചിൻ്റെ ചെറിയ രീതിയിലൊക്കെ ഒരു കൈനീട്ടമൊക്കെ കൊടുത്തു. പിന്നെ ദീക്ഷിത് ഈ സമയത്ത് എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവന് കൈനീട്ടമൊക്കെ കൊടുത്തു. കണി കാണിച്ചു കുഞ്ഞിനെ. അത് കഴിഞ്ഞിട്ട് കൈനീട്ടം കൊടുത്തു. ഇതിനെനിക്കൊരു 2 കൈ കഴിക്കാനില്ല, 20 കൈയാണ്. എന്നിട്ട് കിണ്ടർജി വേണമെന്ന് പറഞ്ഞു. അത് മേടിച്ചില്ല. അവിടെ മറ്റേ ഈ ഓർബിറ്റിന്റെ വലിയ ടിന്നിരിപ്പുണ്ടായി ഇങ്ങനെ നീളത്തിലുള്ളത്. അത് അങ്ങനെ തന്നെ വലിച്ചെടുത്ത് ആ പെട്ടി മുഴുവൻ പോകുന്നു. പിന്നെ അതെടുത്ത് തിരിച്ചു വെപ്പിച്ചത്. നമ്മൾ അവിടെ പോയിട്ട് വന്നപ്പോ കണ്ടില്ലേ, അവിടെ അവൻ നടക്കത്തില്ല. പിന്നെ എല്ലാം വേണം. ഭയങ്കര വാങ്ങിച്ച പരിപാടി. അവനെ കൊണ്ടാ തിരക്കി പോകണം. നമുക്ക് ഭയങ്കര പക്ഷെ നമ്മൾ രണ്ടുപേരുടെ വഴിയില്ല. നമുക്ക് ആ വഴി കൂടെ പറ്റുള്ളൂ. ഫോണിൽ സംസാരിക്കുന്നുണ്ടോ ഭയങ്കര ചുപ്പായിട്ട്. അല്ല ഇവിടെ ദശ ഉറങ്ങണ്ട. എണീക്കുമ്പോ എണീക്കാതെ കാശ് കഴിക്കും കേട്ടോ. ഞാൻ പിന്നെ നിലവിളക്ക് കത്തിച്ചേണ്ടത് ആദ്യമേ. ഒരാൾ വന്നിട്ട് കടയുണ്ടോ എന്നെ മാറി വയ്ക്കുന്നു. മറ്റേ ഏതൊരു സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ. ചൂടാ
നമ്മൾ സാമ്പാറാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. ഡാൻസ് ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് ഇങ്ങനെ ചിരിച്ച്. അപ്പൊ ഇതൊക്കെയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മോര് കച്ചിട്ടുണ്ട്, പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ അവിയൽ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ സാമ്പാറുണ്ട്, പിന്നെ ഇനി നമുക്ക് പപ്പടം കാച്ചാനുണ്ട് കേട്ടോ. പപ്പടം കാച്ചാനുണ്ട്, പിന്നെ നമുക്ക് മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ ധാരാളം. അപ്പൊ ഇത് മതി, കാരണം ഞാനും നെയ്ച്ചേട്ടനും കൊച്ചും കൂടെ അല്ലേ ഉള്ളൂ, കുഞ്ഞും കൂടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ധാരാളമാണ്. അപ്പൊ ചെറിയ രീതിയിലുള്ളൊരു വിഷു സദ്യയാണ് കേട്ടോ ഇത്. സാധാരണ ഞങ്ങളൊരു തോരനൊക്കെ വെക്കുന്നതായിരുന്നു, ഇപ്പൊ തോരനൊന്നും വെച്ചില്ല, ഇത് മതിയെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാവേ.
അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ബ്രസ്റ്റിലാണ്. ഇനി തുണിയൊക്കെ കഴുകാനായിട്ടുണ്ട്. അപ്പോൾ തുണി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴുകുന്നുള്ളൂ. ഇനി ചോറുണ്ണണം. പിന്നെ ദശബേബി ഇവിടെ നിന്നിട്ട് നാരങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. ഇത് നമ്മുടെ ദശബേബി ഇരുന്നിട്ട് നാരങ്ങ തിന്നുന്നത്. ദശബേബി ദശ എന്നാ തിന്നുന്നേ? നാരങ്ങ തിന്നാണോ? നാരങ്ങ ഇഷ്ടമാണോ? ആണോ? അമ്മയുടെ വീഡിയോ കാണിച്ചു തരാം. നിക്ക്. അവന് എന്റെ വീഡിയോ കാണുന്ന ബഹളമാണ്. അപ്പം ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു. ഹാപ്പി വിഷു എല്ലാവർക്കും. ഒരു ഹാപ്പി വിഷു പറഞ്ഞേ എല്ലാവർക്കും. ഹാപ്പി വിഷു എന്ന് പറഞ്ഞേ പറ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടാണേ. എന്നെടുക്കുവാ ചെറുപ്പഴാണോ? എന്നാ പെട്ടെന്ന് കേറി വരണേ കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി വരണേ. ഇതാ ഭയങ്കര കാറ്റ്. ഇട്ടിട്ട് വരുവോ മോളോട്ട്? വരണേ കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടല്ലേ.